ഇന്നിവിടെ ജന്മാഷ്ടമി ആട്ടോ, ശനിയാഴ്ച. വെൽക്കം ബാക്ക് ഡിയേഴ്സ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ലഞ്ച് ഉണ്ടാക്കണ്ടേ? അപ്പൊ രാക്കയും നമ്മുടെ അങ്കു ഇന്ന് സ്കൂൾ ഓഫീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് ഉരുളക്കിഴങ്ങ് ഒരു എരികറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നേരത്തെയും കാണിച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിന് നല്ല കുരുമുളകും മസാലയൊക്കെ ഇട്ടിട്ട് ഒരു എരികറി പോലെ ചോറിന് ഒഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് മസാലയിൽ വഴറ്റിയിട്ട് ആവശ്യത്തിന് വെള്ളം, ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ സൈഡ് ഡിഷായിട്ട് ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതി. രാത്രിയിൽ ഞാൻ പനീർ ഇരിപ്പുണ്ടേ, അത് ഒരു അടിപൊളി കറി ഞാൻ ആ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് ആദ്യം നമ്മുടെ ജന്മാഷ്ടമി പായസം ഉണ്ടാക്കണ്ടേ? ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുണ്ടല്ലോ ജന്മാഷ്ടമിക്കും വിനായക ചതുർത്ഥിക്കും ഒക്കെ എന്തെങ്കിലും സ്വീറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ സ്ഥിരം വെർമസലി പായസം ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് പായസത്തിൻ്റെ പാത്രം ചൂടാക്കി എടുത്തിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മുടെ വെർമസലി, ഇതെപ്പോഴും എൻ്റെ വീട്ടിൽ കാണുന്നു, നമ്മുടെ വീട്ടിൽ കാണുന്ന ഒരു സ്റ്റോക്കാണ് വെർമസലി എന്ന് പറയുന്നത്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ, കാരണം പാലല്ലേ, അപ്പോൾ ഒരുപാടായി കഴിഞ്ഞാൽ ഒരു സുഖമാകത്തില്ല. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം, കരിക്കാതെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു 1.5 ലിറ്റർ പാലിലേ ഉണ്ടാക്കുന്നുള്ളൂ പായസം. അതിനാവശ്യമായിട്ടുള്ള വെർമസലി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായി വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വേകട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് വേവുകയാണ്. അപ്പോൾ അത് ഇടയ്ക്ക് പിടിക്കാതെ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ പാത്രം അങ്ങനെ അടുക്കി പിടിക്കത്തില്ല കേട്ടോ, സ്റ്റീലാണെങ്കിലും. ചില പാത്രങ്ങൾ അടുക്കി പിടിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളും ഉണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ചിലപ്പോൾ ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ഒഴിച്ചാണ് പായസം ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് വിചാരിച്ചു എന്തായാലും ഭഗവാനൊക്കെ അല്ലേ, കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുന്നുണ്ട്. കാരണം കൃഷ്ണന് ഒത്തിരി ഇഷ്ടമുള്ള സംഭവമല്ലേ പഞ്ചസാരയും വെണ്ണയൊക്കെ. അപ്പോൾ ഞാൻ അത് കാരണം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്താൽ ഒരു കുറുകിയൊരു മണവും ഒരു ടേസ്റ്റും വേറെ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്, മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അലിഞ്ഞതിന് ശേഷം ബാക്കി പാല്, ഞാൻ പറഞ്ഞില്ല 1.5 ലിറ്ററോളം പാല്. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. വെള്ളം ഒഴിച്ചു കൊടുത്താലേ വെർമസലി ടേസ്റ്റേ അങ്ങ് പോവും. നമുക്ക് പാലിൽ ഇത് ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ്. ഞാൻ എപ്പോഴും നമ്മുടെ ഇവിടെ കിട്ടുന്ന കവർ പാക്കറ്റിലെ പാലുണ്ടല്ലോ, അതാണ് ഏറ്റവും ബെസ്റ്റ്, അതാണ് ഏറ്റവും ടേസ്റ്റും. ഇതിപ്പോൾ നമ്മുടെ ബില്ലുവിൻ്റെ പശുവും പാല് തന്നെയാണ്. അത് ഇച്ചിരി ഒന്ന് ലൂസാണല്ലോ, എന്നാലും സാരമില്ല. അപ്പോൾ അതേ ബാക്കി പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലേവറിനായിട്ട് ഏലക്ക മുഴുവൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ആ ഫ്ലേവർ എന്തായാലും നമുക്ക് വേണമല്ലോ. വേറെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് ഇതേ നന്നായിട്ടൊന്ന് തിളച്ചു, ഒന്ന് കുറുകി. കാരണം ഓൾറെഡി നന്നായിട്ട് വെന്തിരിക്കുന്ന സംഭവമാണല്ലോ. നമ്മുടെ വെർമസലി പായസം റെഡി ആയിട്ടുണ്ട്. പണ്ട് ഞാൻ എപ്പോഴും ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് കാണിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ നാളായി ഉണ്ടാക്കിയിട്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഭഗവാന് കൊണ്ടുവയ്ക്കാം, വെച്ചിട്ട് പിന്നെ നമുക്ക് കഴിക്കാം. പിന്നെ ലഞ്ചിൻ്റെ ബാക്കി സംഭവങ്ങളും ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ദൈവത്തിനുള്ളത് എടുത്ത് വെച്ചിട്ട് വരാം. ലഞ്ചിന് പിന്നെ ഞാൻ കുറച്ച് ബീൻസ് ഇരിപ്പുണ്ടായിരുന്നു, അതൊരു സ്മോക്ഡ് ബീൻസ് ആക്കി എടുക്കാം. ഒന്നുമല്ല, നമ്മുടെ മെഴുക്കുവരട്ടി ഉപ്പേരി എന്നൊക്കെ പറയത്തില്ല, അത് ചട്ടിയിൽ ഒരു സ്മോക്കി ഫ്ലേവറോടുകൂടി എടുക്കുക. അത് അങ്കുന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ആദ്യം ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ബീൻസ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിന് അധികം എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിക്കുകയൊന്നും വേണ്ട. നമുക്ക് ചട്ടി തന്നെ മെല്ലെ മെല്ലെ ഇങ്ങനെ എന്താ പറയുക, റോസ്റ്റ് ചെയ്ത് ഇച്ചിരി എണ്ണയൊന്ന് ഒഴിച്ച് ഇടയ്ക്ക് കൊടുത്താൽ മതി. ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും. മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്താൽ അടിപൊളിയാകും ഈ സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് വേകാനായിട്ട് അടച്ച് വെക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് നമുക്ക് എന്താ പറയുക, ഒന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ചിലപ്പം അടുക്കി പിടിച്ചാലോ. എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഇരിപ്പുണ്ട്. മട്ടേരി ചോറാണ് ഞാൻ ഇന്ന് വെച്ചത്. അപ്പോൾ അതിന് ബെസ്റ്റ് കോമ്പിനേഷൻ നമ്മുടെ ഈ എരികറിയും നമ്മുടെ ബീൻസ് ഉപ്പേരിയും കേട്ടോ. അതിൻ്റെ കൂടെ ഒരു ചെറുതായിട്ടൊരു സാലഡും കൂടെ ഒന്ന് വെക്കണമെന്നുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ക്രഷ്ഡ് ചില്ലിയൊക്കെ ഇട്ടിട്ട് നമ്മുടെ ബീൻസ് ഉപ്പേരി, സ്മോക്ഡ് ബീൻസ് റെഡി ആയിട്ടുണ്ട്. സാലഡിന് നമ്മുടെ മല്ലിയില, പച്ചമുളക്, സവാള, ഉപ്പ്, തൈരിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ സിമ്പിൾ സാലഡ്. നമ്മുടെ നാട്ടിലെ ബിരിയാണിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കത്തില്ലേ, ഞാനിത് വളരെ കുറവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ കിട്ടുന്ന തൈര് അങ്ങനെ കഴിക്കാൻ അങ്കൂനും രാക്കിക്കും കൂടുതൽ ഇഷ്ടം. പിന്നെ ഇത് ഉണ്ടാക്കിയ ബാക്കി ബാലൻസ് വരികയും ചെയ്യും. അപ്പം എന്നെന്തായാലും ഞാൻ അത് ഉണ്ടാക്കി നമ്മുടെ മറ്റേരി ചോറ് കൊടുത്തു. ഞാനാണ് ഏറ്റവും കൂടുതൽ ഈ ചോറ് ഇവിടെ കഴിക്കുന്നത് കേട്ടോ. രാക്കിക്കും അങ്കൂനും കുറച്ച് മതി. ബാക്കി ഇത്രയും
പാതി അരി ഞാൻ വെച്ചതാ, ബാക്കി ഇത്രയും വന്നിട്ടുണ്ട്. പക്ഷെ നല്ല അരി, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. എനിക്ക് വലിയ കുഴപ്പമില്ല. അവർക്ക് രണ്ടും സംഭവം എന്താ വെച്ചാലേ നമ്മുടെ വയർ പെട്ടെന്ന് അങ്ങ് നിറയും. രാഖിക്ക് ഇഷ്ടക്കേടൊന്നുമില്ല, പക്ഷെ വയർ പെട്ടെന്ന് നിറയും ഈ ചോറ്. മറ്റേ ചോറ് കുറച്ച് കഴിച്ചാലും അങ്ങോട്ട് പെട്ടെന്ന് വയറ് നിറയത്തില്ല. സത്യം കേട്ടോ അത്. കാരണം അത് എനിക്കറിയത്തില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഈ ചോറല്ലേ കഴിക്കുന്നത്. ഇത് ചോറ് ഒരുപാട് കഴിക്കുന്നവരും കാണും, പക്ഷെ ഈ ചോറ് കഴിച്ചിട്ട് മറ്റേ ചോറ് നമ്മൾ കഴിച്ചു വരുമ്പോൾ അത് കുറച്ച് കൂടുതൽ, ഇതിന്റെ കുറച്ച് കുറയും ചെയ്യും. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും നമ്മുടെ മട്ടേരി ചോറും കറികളും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പായസം നമുക്ക് കുടിക്കണ്ടേ, അത് ഇച്ചിരി കൂടി ഇരുന്ന് കുറുകി കേട്ടോ. അയ്യോ മണം സൂപ്പറാ, മധുരമൊക്കെ കറക്റ്റ് ആയിട്ട് വന്നു. എനിക്കിഷ്ടം പഴം കൂട്ടി കഴിക്കാനാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. ചിലർ നമ്മുടെ നാട്ടിലൊക്കെ ബോളിയൊക്കെ കൂട്ടി കഴിക്കും, അച്ചാറൊക്കെ കൂട്ടി കഴിക്കുന്നവരുണ്ട്. ബോളിയാണ് മെയിൻ ഇതിൻ്റെ കോമ്പിനേഷൻ. എനിക്ക് പക്ഷെ പഴവും ഈ പായസം ഉണ്ടല്ലോ, ഇതിനകത്ത് ഇങ്ങനെ പഴം ഒന്നി അരിഞ്ഞിട്ടിട്ട് അങ്ങനെ കഴിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കൈവച്ച് ഞെവിടി ഈ ഇലയിലൊക്കെ കഴിക്കാൻ എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയാമോ. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിന്, മറ്റവർക്ക് രണ്ടുപേർക്കും പഴം വേണ്ടായിരുന്നു, എനിക്ക് മാത്രം പഴവും എടുത്ത് ബിഗ് ബോസും പായസവും ബിഗ് ബോസും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്നാക്ക് എന്ന് പറയാം. പിന്നെ രാക്കെ കുറച്ച് കോക്കനട്ട് മിൽക്ക് ടിന്ന് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ, ഓണത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച്. ഇത് നമ്മുടെ അങ്കൂന് സ്കൂളിലെ ഇൻഡിപെൻഡൻസ് ഡേക്ക് പോയില്ലേ, അന്ന് അവന് സ്കൂളിൽ നിന്ന് വാങ്ങിച്ച ദുപ്പട്ടയാട്ടോ. ഉണ്ടോ, ചുന്നി എന്നൊക്കെ ഇവിടെ പറയും. സംഭവം നല്ല, എനിക്കാലും പിന്നെ ഇടാൻ കുറച്ച് ജിഗ് ആണെങ്കിൽ അത്ര ഈ വൃത്തികേടില്ല കേട്ടോ. നമുക്ക് വൈറ്റ് കുർത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ നല്ല ഭംഗിയുള്ളതാണ് സംഭവം. ഞാൻ എന്തായാലും സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ സൂട്ടൊക്കെ ഇടുമ്പം തീർച്ചയായിട്ടും കുർത്തിയുടെ കൂടെ ഒക്കെ ഇട്ടുകൊണ്ട് പോകാമല്ലോ. അങ്ങനെ വൈകുന്നേരം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്. വിളക്ക് കത്തിക്കണ്ടേ, ഇന്ന് ജന്മാഷ്ടമിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പായസമൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഡിന്നറും ഉണ്ടാക്കണം. ഡിന്നർ ഞാൻ പനീറിൻ്റെ കറിയാന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ അങ്കു ഗുൽമോഹറിൻ്റെ പൂ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഗുൽമോഹർ പൂക്കൾ ഉള്ളൊരു സമയമാണ്, ഒരുപാടില്ലെങ്കിലും ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്കു ഉദയ അത് കൊണ്ടുവച്ചിട്ടുണ്ട്. ബിലേറ്റഡ് ആയിട്ടുള്ള ഒരു ജന്മാഷ്ടമി വിഷസ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ഇനി നമുക്ക് ഡിന്നർ ഉണ്ടാക്കാൻ കയറണ്ടേ. ഡിന്നർ വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞല്ലോ, സിമ്പിളായിട്ടൊരു പനീറിൻ്റെ കറി ഉണ്ടാക്കാം, അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാം. ഈസി ആയിട്ടുള്ള പനീറാട്ടോ, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും ഇഷ്ടപ്പെട്ടൊരു ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഞാൻ സവാള ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ജീരകം പൊട്ടിച്ചു, പിന്നെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ടിട്ട് പിന്നെ തക്കാളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. പച്ചമണമൊക്കെ മാറി തക്കാളിയൊക്കെ വാടിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കസൂരി മെത്തി, ജീരകം ഞാൻ ഓൾറെഡി ആദ്യം ഇട്ടുകൊണ്ട് പിന്നെ ജീരപ്പൊടി ഇട്ടില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും വഴറ്റുക. പച്ചമണമൊക്കെ മാറ്റിയിട്ട് ആറ്റിയെടുക്കുക, എന്നിട്ട് അരച്ചെടുക്കാം. പനീർ ഞാൻ ക്യൂബാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ ഒന്ന് ധോ ചെയ്തിട്ട് പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അരച്ച ആ പേസ്റ്റ് നമ്മുടെ കടായിലേക്ക് ഒഴിച്ചു കൊടുത്തു. മിക്സി കഴുകി കുറച്ച് വെള്ളം ഗ്രേവിക്ക് ആവശ്യമുള്ള ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഫ്രഷ് ക്രീം ചേർക്കാം, പാല് ചേർക്കാം. ചില സമയങ്ങളിൽ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് തിളച്ച് വന്നതിനകത്തോട്ട് നമ്മുടെ പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണുപ്പൊക്കെ മാറി ധോ ചെയ്ത് പീസ് ചെയ്ത പനീർ ക്യൂബ്സ് ആയിട്ട് കൊടുക്കുന്നത്. ഞാനത് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക. പനീർ ഉപയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക, എന്നിട്ടേ നമ്മൾ കറിയിൽ ചേർത്ത് കൊടുക്കാവൂ. അല്ലെങ്കിൽ നമ്മുടെ ഫുൾ കഷ്ടപ്പാടും വേസ്റ്റ് ആവും. ചില പനീറിന് പുളിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ കുളമാവും. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഈ പനീർ ഇട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടെ ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യാം. ഒരുപാട് വേവിക്കുകയൊന്നും വേണ്ട. ആ പനീർ ആ ഗ്രേവിയിലൊന്ന് പിടിച്ചാൽ മതി, ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ്. അപ്പോൾ നമ്മുടെ പനീറിൻ്റെ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട്. റൊട്ടി ഞാൻ സ്വന്തം ഉണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ. അപ്പോൾ അതും റെഡി ആക്കിയിട്ടുണ്ട്. കുറച്ച് മാവൊന്ന് ആട്ടി വെക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് നാളെ സൺഡേ അല്ലേ, അപ്പോൾ എല്ലാവരും ഉള്ളതല്ലേ, ചൂടോടെ കൊടുക്കാം. നെക്സ്റ്റ് ഡേ മോർണിംഗ് അപ്പോൾ ലേറ്റായിട്ടാണ് ഞങ്ങൾ എഴുന്നേറ്റ് കേട്ടോ. ഒത്തിരി ലേറ്റായി, ഓൾമോസ്റ്റ് 10:30 വരെ കിടന്നുറങ്ങി ഞങ്ങൾ 3 പേരും. എന്നിട്ട് ഇതേ ചായയും പാലൊക്കെ കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ദോശമാവ് നമ്മൾ കഴിഞ്ഞ ദിവസം അരച്ച് വെച്ചത് നന്നായിട്ട് പൊളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല മണമുണ്ട്. അപ്പോൾ ഇത് ഫാസ്റ്റായിട്ട് പടപടയുന്നതേ. ചിലർക്ക് നല്ല മുരിഞ്ഞ് ക്രിസ്പി ആയിട്ട് വേണം, ചിലർക്ക് ഒരുപാട് നെയ്യൊന്നും ഒഴിക്കാത്തത് വേണം. വേറെ ഒന്നുമല്ല, രാക്കേക്ക് അധികം നെയ്യ് ഒഴിക്കണ്ട, അങ്കൂന് ഇച്ചിരി നെയ്യൊക്കെ ഒഴിച്ച് ക്രിസ്പി ആയിട്ട് വേണം. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ കുറച്ച് ചുട്ടെടുക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഒരുപാട് അങ്ങോട്ട് എന്താ പറയുക, ക്രിസ്പിയും ആകണ്ട, നെയ്യും വേണ്ട, ഓൾമോസ്റ്റ് ഒരു മെത്ത ദോശയുടെ സ്റ്റൈലാണ് ഇഷ്ടം. ചട്നി ഇതേ ഗ്രീൻ ചട്നി പോലെ, അതായത് നമ്മുടെ പച്ചമുളക്, മല്ലിയില, കരിവേപ്പില, പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി ഇരിപ്പുണ്ടല്ലോ അതും, കുറച്ച് നമ്മുടെ പരലുപ്പിൻ്റെ വെള്ളമൊക്കെ തേങ്ങയിൽ ചേർത്ത് അടിപൊളിയൊരു ചട്നി ഒന്ന് വറുത്തിട്ടാൽ മതി. അങ്കു അപ്പോൾ ഇതേ ട്യൂഷന് പോകാൻ റെഡിയായിട്ട് വരികയാണ്. അവരുടെ ടേം എക്സാമൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ഇവിടെ.
രാഖയുടെയും കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കിളിക്കൂട് കണ്ടോ? ആ കിളി 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാ. എന്ത് ഫാസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു കിളി മുട്ടയൊന്നും ഇല്ലെന്ന്. പക്ഷേ വരുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട് അതിൻ്റെ കൊക്ക്. എനിക്ക് ഇങ്ങോട്ട് അധികം കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. പക്ഷേ അതിൻ്റെ കൊക്ക് ഇങ്ങനെ ഇപ്പം ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കാണുന്നുണ്ട്. അങ്ങോട്ട് തിരിഞ്ഞിട്ടാണെങ്കിലും കിളി അതിനകത്ത് ഇടയ്ക്ക് വരും. ഇപ്പം ഇല്ല കേട്ടോ, നമ്മളിങ്ങനെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ അത് പറന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് അതിൻ്റെ കേട്ടോ, മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ ഡിയേഴ്സ്.